മച്ചന്മാരെ ഗുഡ് മോർണിംഗ്. കുറേ മാസങ്ങൾക്ക് ശേഷം ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുവാണ്. അതിരാവിലെ തന്നെ അമ്പലങ്ങളിലേക്ക് പോവുകയാണ്. ഒരു 3 അമ്പലങ്ങളിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ്. അതെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു 4:45 5 മണിയോളം ആയിട്ടുണ്ട്. എല്ലാവരും റെഡിയാവുകയാണ്. നമ്മൾ ചക്കുളത്തുകാവ്, അമ്പലപ്പുഴ, മണ്ണാർശാല ഈ 3 അമ്പലങ്ങളിൽ പോകാനാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മുടെ കുഞ്ഞു വാവയുടെ ചോറ് കൊടുപ്പ്. അപ്പോൾ പല അമ്പലങ്ങളിലും വഴിപാടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ആഴ്ചയിലും അവധി കിട്ടുന്നതനുസരിച്ച് ഒരു 6-7 അമ്പലങ്ങളിൽ വഴിപാടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കവർ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ പതുക്കെ പോകാനായിട്ട് ഇറങ്ങി. രാവിലെ തന്നെ 5 മണിക്ക് ഇറങ്ങണമെന്ന് ഓർത്തത്, പക്ഷേ 6 മണിയൊക്കെ ആയി നമ്മൾ ഇറങ്ങിയപ്പോൾ. ആദ്യം നമ്മൾ ചക്കുളത്തുകാവ് ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അതാണ് നമ്മളിവിടുന്ന് ആദ്യം കവർ ചെയ്യാൻ പറ്റുന്ന അമ്പലം. അമ്പലത്തിൽ ഞങ്ങൾ 7 മണിയായപ്പോൾ എത്തി അവിടെ. അപ്പോൾ അവിടെ ഒരു ചെറിയ അകത്ത് വഴിപാട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് പുറത്ത് വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഞങ്ങളൊരു 10-20 മിനിറ്റോളം പുറത്ത് വെയിറ്റ് ചെയ്തു. അങ്ങനെ ചക്കുളത്തുകാവിൽ ആദ്യം കൊച്ചിന് ചോറ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പോകുന്നത് മണ്ണാർശാല അമ്പലത്തിലേക്കാണ്. അപ്പോൾ അവിടെ നിന്നൊരു 25 മിനിറ്റ് യാത്ര ഉള്ളൂ മണ്ണാർശാല പോകുന്ന വഴിയൊന്നും നല്ല ക്ലൈമറ്റായിരുന്നു. നമ്മളവിടെ കയറുന്ന സമയത്തും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് നല്ല പെരുമഴയായിരുന്നു. അങ്ങോട്ട് ഒരു 8:30 നമ്മൾ അമ്പലത്തിനകത്ത് കയറി. പക്ഷേ 10 മണിക്ക് ശേഷം കുഞ്ഞിന് ചോറ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം അവിടെ വഴിപാടും കാര്യങ്ങളും അമ്പലത്തിനകത്ത് നടക്കുന്ന കാരണം അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒന്നും അങ്ങനെ ഷൂട്ട് ചെയ്തില്ല, നല്ല മഴയായ കാരണം. അവിടെ നിന്ന് പിന്നെ പെട്ടെന്ന് തൊഴുത് അമ്പലപ്പുഴയിലേക്ക് ഞങ്ങളൊരു 11:30 ആയപ്പോൾ അമ്പലപ്പുഴ എത്തി. അവിടെ കാലാവസ്ഥയൊന്നും ഒരു കുഴപ്പമില്ല, മഴയൊന്നുമില്ല, നല്ല വെയിൽ കാലാവസ്ഥയായിരുന്നു. അമ്പലത്തിൽ ചെന്നു, നേരെ രസീതൊക്കെ എടുത്തു. ഇപ്പോൾ ഒരു 10 മിനിറ്റ് അടുത്തേ നമുക്ക് നിൽക്കേണ്ടി വന്നുള്ളൂ. അതിന് മുന്നേ തന്നെ തിരുമേനി വന്നു. വഴിപാട് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പിന്നെ അവിടെ അന്നദാനത്തിന് നല്ലൊരു ക്യൂ ഉണ്ട്. അവിടെ തിരക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അന്നദാനത്തിന് ടോക്കൺ എടുക്കണം. ഒരു 100 പേർക്ക് ഒരു ദിവസം അന്നദാനം ഉള്ളൂ. അങ്ങനെ വന്നപ്പോൾ ഒരു ഉണ്ണിച്ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനെ പരിചയപ്പെട്ടു. പുള്ളി ആ റെഡ് ടീഷർട്ട് ഇട്ട് നിൽക്കുന്ന ആൾ. പുള്ളി മുഖേന അവിടെ അന്നദാനം നമുക്ക് കഴിക്കാനായിട്ട് പറ്റി. അമ്പലപ്പുഴ പാൽപ്പായസം അത് ഒരു ഫ്രണ്ട് മുഖേന എനിക്ക് കിട്ടിയോ, ഓർഡർ നേരത്തെ കൊടുക്കാണ്ട് തന്നെ. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് പോകുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് പൊന്നുവിന് വിശക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഒരു ഹോട്ടലിൽ കയറി കുഴിമന്തിയും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്കും നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച്
ഏകദേശം ഒരു 3 മണി 3:30 അവിടെ നിന്ന് നമ്മൾ വീട്ടിലേക്ക് പോന്നു.